പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് സല്ലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലെ അവസരം ഒരുക്കിയ വലിയ സ്നേഹത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളെല്ലാം ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അത്ഭുതകരമായ വഴി നടത്തി. ഇന്ന് പകൽക്കാലവും നാം ദൈവസ്ഥലായിരിക്കുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നാം ആത്മനിറവിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ് എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുവാനിടയിൽ തീർന്നത്. ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത് തുടർമാനമായി ആത്മനിറവ് നമ്മിലുണ്ടാകുവാൻ എന്താണ് ആവശ്യമായിരിക്കുന്നത്, ഏതെല്ലാം കാര്യങ്ങളിൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടതായിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ആദ്യം തന്നെ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കുന്നതായ ചോദ്യമാണ്, എന്തുകൊണ്ട് ദൈവസഭയിൽ ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നില്ല? അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നുപോയോ? എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതായ ചോദ്യം ഒരുപക്ഷെ നമ്മിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കാണാം. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് തന്നെ നാം ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ന് ആദിമ നൂറ്റാണ്ടിലെ പോലെ ദൈവപ്രവൃത്തി അല്ലെങ്കിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കുന്നില്ല എന്നത് ചോദിച്ചേക്കാം. അതിന് പ്രധാനപ്പെട്ടതായ കാരണം എന്ന് പറഞ്ഞത്, വീണ്ടെടുപ്പ് പ്രാപിച്ചതായ ദൈവജനം, ആ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ അവർ രക്ഷാനിർണയം പ്രാപിച്ചവരാണ്. രക്ഷാനിർണയം പ്രാപിച്ച ദൈവജനത്തോടുള്ള ബന്ധത്തിൽ അവിടെ ആവശ്യമായിരിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായ കാര്യം എന്ന് പറയുന്നത്, അപ്പോസ്തലന്മാരിൽ കൂടെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനിടയിൽ തീർന്നു. പൗലോസ് അപ്പോസ്തലനിൽ കൂടെ തന്നെ രോഗികൾ സൗഖ്യമാകുവാനിടയിൽ തീർന്നു. മരിച്ചവരെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തുവാനിടയിൽ തീർന്നു. പലവിധമായ അത്ഭുതങ്ങൾ നമുക്ക് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ നടന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ തൻ്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നതായ പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും അവിടെ നമുക്ക് കാണുന്നില്ല. വളരെ വിരളമായിട്ട് മാത്രമേ നമുക്കത് കാണുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ അവിടെ ലേഖനങ്ങളിൽ, തൻ്റെ 13 ലേഖനങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവജനം, വിശ്വാസികൾ തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധിയെ സൂക്ഷിക്കണം, ആ വിശുദ്ധിയിൽ കൂടെ എങ്ങനെ നിത്യതയിലേക്ക് അടുക്കാം എന്നതിനെക്കുറിച്ചാണ് തൻ്റെ ലേഖനങ്ങളിലൊക്കെയും പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നിത്യതയുടെ കാഴ്ചപ്പാടാണ് ദൈവത്തിൻ്റെ ജനത്തിന് ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ടതായ കാര്യം. കേവലം അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ദൈവസഭയിൽ നടന്നിട്ടുണ്ട് ആദിമ നൂറ്റാണ്ടിൽ. ഇന്നും നടക്കും. ഇന്നും അത്ഭുതം തീർന്നു പോയിട്ടില്ല. ഇന്നും അത്ഭുതം നിന്നു പോയിട്ടില്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ആത്മശക്തി കുറഞ്ഞു പോയതുകൊണ്ടല്ല തുടർന്ന് ലേഖനങ്ങളിൽ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാഞ്ഞത്. പകരം നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത് നിത്യതയെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടാണ്. ആരംഭകാലങ്ങളിൽ ദൈവത്തിൻ്റെ സഭയുടെ ആരംഭകാലങ്ങളിൽ, അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൻ്റെ, ക്രിസ്തീയ പ്രവർത്തനത്തിൻ്റെ ആരംഭ ദിശയിൽ വിശ്വാസത്തിൽ ജീവിതങ്ങളെ ഉറപ്പിക്കുവാൻ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ വചനം കേൾക്കുകയും വചനത്തിൽ ഉറക്കുകയും ചെയ്ത ആളുകളോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങളല്ല അവിടെ പ്രധാനം. പകരം എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിൽ നിത്യതയോടടുക്കാം എന്നതായ കാഴ്ചപ്പാട് പ്രാപിക്കുകയാണ്. അതാണ് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് നമ്മളുടെയും ജീവിതത്തിൽ നമുക്കും ആവശ്യമായിരിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത്, നിത്യതയെക്കുറിച്ചുള്ളതായ ആ വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായ കാര്യം. ആയതിനു വേണ്ടിയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നതാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായ കാര്യം.
നിത്യതയുടേതായ ആ പേഴ്സ്പെക്റ്റീവ് നമുക്കുണ്ടാകണം, ഇറ്റേണൽ പേഴ്സ്പെക്റ്റീവ് നമുക്കുണ്ടാകണം എന്ന് പറയുമ്പോൾ ആ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇന്ന് കാണുന്നതിൻ്റെയോ കേൾക്കുന്നതിൻ്റെയോ അനുഭവിക്കുന്നതിൻ്റെയോ അടിസ്ഥാനത്തിലല്ല നമ്മൾക്ക് നിത്യത ലഭിക്കുന്നത്. പകരം നിത്യതയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഭാവിപരമായ ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ നിത്യതയെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് നമുക്ക് മങ്ങുമ്പോൾ, ആ എറ്റേണിറ്റിയെക്കുറിച്ചുള്ള നമ്മുടേതായ ആ വീക്ഷണം നമുക്ക് മങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാതിയും പരിഭവവും പഴിയും ഒക്കെ ഉണ്ട്. എന്നാൽ നിത്യതയെക്കുറിച്ചുള്ളതായ ഒരു വലിയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നതിനെ അല്ല വലുതായി കാണുന്നത്. ഇവിടുത്തെ അംഗീകാരമോ ഇവിടുത്തേതായ മറ്റു കാര്യങ്ങളൊന്നുമല്ല വലുതായി കാണുന്നത്. നിത്യതയുടേതായ ആ വിശാലമായ കാഴ്ചപ്പാടാണ് നമ്മൾക്കുണ്ടാകുന്നത്. അപ്പോൾ നിത്യതയെക്കുറിച്ചുള്ളതായ ആ ഉറപ്പ് നമ്മൾ പ്രാപിക്കുക, ആ കാഴ്ചപ്പാട് നമ്മൾ പ്രാപിക്കുക, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ കാര്യം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഞാൻ പറഞ്ഞു, ഇവിടെ കാണുന്നതോ കേൾക്കുന്നതായ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾക്ക് നിത്യത. പകരം നമ്മൾ ഇവിടെ എങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് എന്ത് നേടുവാൻ കഴിഞ്ഞു എന്നുള്ളത് അവരവരോട് തന്നെ ചോദിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നമ്മുടെ ഈ ദീർഘകാല യാത്രയിൽ നമ്മൾ എന്ത് നേടി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങൾ ചിലതൊക്കെ നേടി. ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ സ്ട്രെസ് ഉണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ സക്സസ് ഉണ്ടായി, ഞങ്ങൾ വീട് വാങ്ങി, ബാങ്കിൽ പണം ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല നിലയിലെത്തി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടായി എന്ന് പറയാം. ഇവിടെ നമുക്ക് കുറച്ച് സക്സസ് ഉണ്ടായതുകൊണ്ടോ, ഇവിടെ കുറച്ച് സ്ട്രെസ്സിന് അടിമയായതുകൊണ്ടോ, ആയതുപോലെ കുറച്ച് സമ്പത്തുണ്ടായതുകൊണ്ടോ അതൊന്നും നമ്മളെ അനുധാവനം ചെയ്യുന്നതല്ല. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് എന്ത് നേടുവാൻ കഴിഞ്ഞു? എൻ്റെ ദൈവിക കൂട്ടായ്മയിൽ, ദൈവവുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ കൂട്ടായ്മയിൽ എനിക്ക് എപ്രകാരം ഉയർച്ച പ്രാപിപ്പാൻ കഴിഞ്ഞു? എനിക്ക് എത്രമാത്രം ശക്തി പ്രാപിപ്പാൻ കഴിഞ്ഞു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ടാകുന്നത്. നമ്മളൊക്കെ ദൈവിക അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഈ ഭൂമിയിൽ കാണുന്നതായ, ഇവിടെ നശ്വരമാകുന്നതായ, നശിച്ചു പോകുന്നതായ കുറേ കാര്യങ്ങൾ ലഭിച്ചു, നമുക്ക് കുറേ വിജയം നേടി, നമ്മൾക്ക് രോഗമില്ല, ദുഃഖമില്ല, ക്ലേശമില്ല, സങ്കടമില്ല, സന്താപമില്ല, നമ്മളെല്ലാം കൊണ്ടും കംഫോർട്ടാണ് എന്ന് ചിന്തിക്കുന്നതായ ഒരു അനുഭവത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് നമ്മളെ തന്നെ വിലയിരുത്തുക. നോ, നെവർ. എന്നാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മൾ എന്ത് നേടി എന്നതിനാണ് വളരെ പ്രാധാന്യമുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നിത്യത ലഭിക്കുന്നത്. ഇവിടെ കൈകൊട്ടിയതുകൊണ്ടോ, പാട്ടുപാടിയതുകൊണ്ടോ, ചർച്ചിൽ ക്രമമായി വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടോ നിത്യത ലഭിക്കണമെന്നില്ല. നിത്യത ലഭിക്കണമെങ്കിൽ വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ളതായ ബന്ധം നമുക്കുണ്ടായിരിക്കണം. ആ വ്യക്തിപരമായ ബന്ധം നിലനിർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ളതായ ഉറപ്പ് നമുക്ക് നൽകാൻ വേണ്ടിയാണ് പാരാക്ലീറ്റോസ് നമ്മോട് കൂടെ ആയിരിക്കുന്നത്. പാരാക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ കംഫോർട്ടർ, ആശ്വാസപ്രദൻ, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരികയും നമ്മിലിരിക്കുകയും നമ്മോട് കൂടെ ഇരിക്കുകയും ചെയ്യുന്നതായ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുവെങ്കിൽ നമുക്ക് നിത്യതയുടെ കാഴ്ചപ്പാട് ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ശാന്തമായി നിങ്ങൾ കേൾക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് നിത്യതയുടെ കാഴ്ചപ്പാട് പൂർണ്ണമാകത്തില്ല. ലോകക്കാരെ പോലെ നമ്മൾ സംസാരിച്ചാൽ, ലോകക്കാരെ പോലെ നമ്മൾ ഇടപെട്ടാൽ, നമ്മളുടെ ഉള്ളിൽ പകർന്നതായ, നമ്മോട് കൂടെ ഇരിക്കുന്നതായ, നമ്മളെ സഹായിക്കുന്നതായ പരിശുദ്ധാത്മാവ് നാം അറിയാതെ ദുഃഖിക്കുവാനിടയിൽ തീരും. പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ദുഃഖിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളത് നാം തന്നെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരാൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുവാൻ കഴിയുന്ന കാര്യമല്ല. അവരവരുടേതായ ദൈവിക ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ളതായ ഇടപാടിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് തന്നിരിക്കുന്നതായ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ്, ആ പാരാക്ലീറ്റേഴ്സ് നമ്മെക്കുറിച്ച് ദുഃഖിക്കുന്നുവോ
അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആ തിരിച്ചറിവ് നമുക്കില്ലാത്തിടത്തോളം കാലം നമ്മൾക്ക് നിത്യതയുടെ കാഴ്ചപ്പാട് നമുക്ക് വ്യക്തമാകത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരുവാൻ ഏറ്റവും സമീപിച്ചിരിക്കുന്നു. സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. നിത്യതയെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് മങ്ങിയ അനുഭവത്തിലാണെങ്കിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവാണ്. നമുക്ക് മറ്റൊരാളോട് നമ്മെ കമ്പയർ ചെയ്യാനോ മറ്റൊരാളെ വിമർശിക്കുവാനോ മറ്റൊരാളെ വിരൽ ചൂണ്ടുവാനോ ഒന്നും നമുക്കിനിയും അവസരമില്ല, സമയമില്ല. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമുക്ക് നമ്മിൽ തന്നെ കാണുവാൻ ഇടയാകട്ടെ, എൻ്റെ നിത്യതയുടെ ഉറപ്പ് എപ്രകാരമായിരിക്കുന്നു, നിത്യതയെക്കുറിച്ചുള്ള എൻ്റെ കോൺഫിഡൻസ് എപ്രകാരമായിരിക്കുന്നു എന്ന് അവരോട് തന്നെ ചോദിക്കുവാനുള്ളതായ വളരെ വിലപ്പെട്ടതായ സമയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളതായ ഈ നിമിഷങ്ങൾ. അത് വ്യർത്ഥമാക്കരുത്, അത് വൃഥാവായി പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. ദൈവവചനവും അതുതന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ആയതുകൊണ്ട് നമ്മുടേതായ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്നതായ, രൂപപ്പെടുത്തുന്നതായ ഒരു ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നിത്യത നമുക്ക് രൂപപ്പെടുത്തി തരുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്ത് തരുന്നത് ആരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതായ ഏതെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോ സെക്കൻഡിലും പരിശോധിക്കേണ്ടത്, ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമായിരിക്കും. അങ്ങനെ ആത്മപരിശോധന നടത്തുമ്പോൾ മാത്രമേ നമുക്ക് ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്ക് എത്തുവാനിടയാകത്തുള്ളൂ. കൈകൊട്ടിയതുകൊണ്ടോ, പാട്ടുപാടിയതുകൊണ്ടോ, ദശാംശം കൊടുത്തതുകൊണ്ടോ, കൺവെൻഷൻ നടത്തിയതുകൊണ്ടോ, മാസയോഗം നടത്തിയതുകൊണ്ടോ ഒന്നും നിത്യത ഉറപ്പാകത്തില്ല. നിത്യത ഉറപ്പാകുവാൻ അവരവർ തന്നെ പ്രയത്നിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. പരപ്രേരണ കൂടാതെ ദൈവത്തോട് അടുക്കുന്നുവെങ്കിൽ മാത്രം, കൂട്ടായ്മ ബന്ധം നിലനിർത്തുന്നുവെങ്കിൽ മാത്രം നിത്യത നമുക്ക് ഉറപ്പാകത്തുള്ളൂ. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്നുവരെ ഓടിയതുപോലെ ഓടിയാൽ, യാത്ര ചെയ്താൽ നിത്യത എനിക്ക് ഉറപ്പാണോ എന്ന് അവരവരോട് തന്നെ ചോദിക്കുക. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ഇല്ല എങ്കിൽ നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. നമുക്കൊരു യഥാസ്ഥാപനം ആവശ്യമാണ്. ഈ ദിവസങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കുറേ കൂടെ സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടിയോ, കുറേ കൂടെ നമ്മുടേതായ കൂടാരത്തിൻ്റെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയല്ല. പകരം നിത്യതയുടെ വലിപ്പം കൂടുവാൻ വേണ്ടി, കർത്താവെ ഞാൻ എന്തായി തീരണം എന്ന് അവരവർ തന്നെ ദൈവത്തോട് ചോദിക്കേണ്ടതായ വളരെ വിലപ്പെട്ടതായ പ്രധാനപ്പെട്ടതായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വിധേയപ്പെടുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെടുവാനിടയിൽ തീരും. അതുകൊണ്ട് നമ്മിൽ പകർന്നതായ ആത്മാവിനെ കെടുത്തുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. 1 തെസ്സലോനിക്ക ലേഖനം 5-19 വാക്യത്തിൽ പറയുന്നു, വളരെ ചെറിയ ഒരു വാക്യം, ആത്മാവിനെ കെടുത്തരുത്. ഡു നോട്ട് ക്വൻച്ച് ദ സ്പിരിറ്റ്. ആത്മാവിനെ എന്ത് ചെയ്യരുത്? നമ്മൾക്കറിയാം, കെടുത്തരുത് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം എന്താണെന്നുള്ള കാര്യം. നമുക്കറിയാം, നമ്മളൊക്കെ നാട്ടിലൊക്കെ വിളക്ക് കത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ മെഴുകുതിരി ഒക്കെ കത്തിച്ചിട്ടുള്ളവർ. അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഊതി അണയ്ക്കുക അല്ലെങ്കിൽ കെടുത്തുക എന്ന് പറയുമ്പോൾ അത് ഇല്ലാതാകുക എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ആത്മാവ് ഇല്ലാതാകുന്നത്, കെട്ടുപോകുന്നത്? ഇനിയും നമ്മൾ തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ, ലംഘനമുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടങ്ങ് നഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. നമ്മോട് കൂടെ ഇരിക്കുവാൻ, നമ്മളെ വഴി നടത്തുവാൻ പിതാവായ ദൈവം പുത്രനിൽ കൂടെ നമുക്ക് നൽകി തന്നതാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ബലഹീനത വന്നാൽ, തെറ്റ് വന്നാൽ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നമ്മിൽ നിന്ന് വിട്ടുമാറത്തില്ല. നമ്മൾ ഉപവസിക്കുമ്പോൾ വരികയും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ വിട്ടുപോവുകയും ചെയ്യുന്നതായ ഒരു അനുഭവമല്ല പരിശുദ്ധാത്മാവ്. അങ്ങനെ ഒരു ശക്തിയല്ല നമ്മിൽ സ്ഥിരമായി നമ്മിൽ വസിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടുവാനിടയിത്തീരും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷ ഒരിക്കലും എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ? പൂർണ്ണമായും നഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പൂർണ്ണമായും മാറ്റപ്പെടത്തില്ല. എന്നാൽ അതിൻ്റെ സന്തോഷം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുവാനിടയിത്തീരും. ഡ്രൈനെസ് നമുക്കുണ്ടാകുവാനിടയിത്തീരും. ആത്മചലനവും ആത്മാവ് കെട്ടുപോകുന്ന അനുഭവം തമ്മിൽ നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്.
എഫെസ്യ ലേഖനം 4:30 പറയുന്നു, പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്നു. ഇന്ന് പകൽക്കാലം ഞാനിവിടെ നിങ്ങളോട് ചെയ്യുന്ന കാര്യം, വാട്ട് ആർ ദ സൈൻസ് ഓഫ് ഗ്രീവിങ് ഹോളി സ്പിരിറ്റ്? എന്താണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിൻ്റെതായ അടയാളങ്ങൾ, തെളിവ്? പരിശുദ്ധാത്മാവ് നമ്മിൽ ദുഃഖിക്കുന്നു എന്നതിൻ്റെ അടയാളം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 4:30 പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. ഗ്രീവ് എന്നതായ ആ വാക്ക്, അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ലുപ്റ്റോസ് എന്നതായ പദമാണ്. ലൂപ്പേ എന്നതായ ക്രിയാപദത്തിൽ നിന്നാണ് ലുപ്റ്റോസ് എന്നതായ പദം വന്നിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ അധികം സ്നേഹത്തിലിരിക്കുന്നതായ രണ്ട് വ്യക്തികൾ തമ്മിൽ ആ സ്നേഹബന്ധത്തിന് അകൽച്ച ഉണ്ടാകുന്നതായ അനുഭവം, വിടവുണ്ടാകുന്നതായ അനുഭവം, ആ അനുഭവത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഗ്രീവ് എന്ന പദം അല്ലെങ്കിൽ ലൂപ്റ്റോസ് എന്നതായ ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ സ്നേഹം, ഈ സ്നേഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാളിൽ അവിശ്വസ്തത ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേദന, അവിടെ ഉണ്ടാകുന്നതായ ആ ബ്രോക്കൺനെസ്, അവിടെ ഉണ്ടാകുന്നതായ ആ ഗ്രിഫ്, അവിടെ ഉണ്ടാകുന്നതായ ആ പെയിൻ, അവിശ്വസ്തത നിമിത്തം ഉണ്ടാകുന്നതായ ആ ഷെയ്ക്ക്, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ലുപ്റ്റോസ് എന്നതായ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതായ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വളരെ പ്രഷ്യസാണ്. നമ്മളെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മോട് കൂടെയിരിക്കുന്നു, നമ്മെ വഴി നടത്തുന്നു, നമ്മളുടെ ആശ്വാസപ്രദനായിരിക്കുന്നു. നാം സ്നേഹിക്കുന്നതായ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാകും. നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് സ്വപ്നങ്ങളുണ്ട്. നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ എന്തുമായി തീരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു, നമുക്ക് വേണ്ടി എന്തുമായി തീരുവാൻ, നമ്മളെ എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് എപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ? നമ്മോട് കൂടെയിരിക്കുന്നു. അപ്പോൾ സഭയെക്കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ കാന്ത എന്നാണ്. ഈ കാന്തയാകുന്ന സഭയെ കുറിച്ച് പരിശുദ്ധാത്മാവിന് എന്തുണ്ടെന്നറിയാമോ? ചിന്തയുണ്ട്, കരുതലുണ്ട്. ആയതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സ്വപ്നം കാണുന്നു. എന്നാൽ ഇത് എങ്ങനെയാണ് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നത്? എങ്ങനെ നമ്മൾ ലോകപ്രകാരം, ലോകത്തിൻ്റെ ഇമ്പത്തിനനുസരിച്ച്, ലോകത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ദുഃഖിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ ദുഃഖിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സൈലൻ്റ് ആകുവാനിടയെത്തീരും. പരിശുദ്ധാത്മാവ് സൈലൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ആത്മസന്തോഷം നഷ്ടപ്പെടുവാനിടയെത്തീരും. ആത്മീയ ബലം കുറയുവാനിടയെത്തീരും. പിന്നെ നാം ലോകക്കാരെ പോലെ ആയിത്തീരുവാനിടയെത്തീരും. ലോകക്കാരെ പോലെ സംസാരിക്കും, ലോകക്കാരെ പോലെ ചിന്തിക്കും, ലോകക്കാരെ പോലെ ഇടപെടുവാനിടയെത്തീരും. അപ്പോൾ തന്നെ നമുക്ക് ലേബൽ വിശ്വാസി എന്നുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും പഴയതുപോലെയൊക്കെ ചെയ്യാം. പക്ഷേ ആത്മാവിൻ്റെ ആ ഇൻഫ്ലുവൻസ്, ആത്മാവിൻ്റെ ആ നിയന്ത്രണം നമ്മിൽ കുറഞ്ഞു പോകുവാനിടയെത്തീരും. അങ്ങനെ കുറഞ്ഞ് ഇല്ലാതാകുവാനിടയെത്തീരും. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മിൽ ദുഃഖത്തോടെ മൗനമായിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ദുഃഖിക്കുന്നത് എന്നതിനോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ വെളിപ്പെടുന്നതായ, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതായ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ കൂടെ നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. ഒന്നാമത് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് ലൈയിങ് ആൻഡ് ഡിസോണസ്റ്റി. എന്താണ് അവിടെ പറയുന്നത്? സത്യം സംസാരിക്കുന്നത്. അവിടെ നമ്മൾ പരാജയപ്പെടുക. സത്യം സംസാരിക്കേണ്ടടുത്ത് നമ്മൾ ഫോഷ്ക്ക് ഉപയോഗിക്കുക. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ, കാര്യസാധ്യത്തിനോ അല്ലാതെയോ നമ്മൾ ഫോഷ്ക്ക് ഉപയോഗിക്കുന്നുവെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് എന്ന് ഒന്നും പറയത്തില്ല, ഒന്നും സഡനായ ആക്ഷനൊന്നും കാണിക്കത്തില്ല. പക്ഷേ നമ്മൾ ഒരു ഫോഷ്ക്ക് ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ കാര്യസാധ്യത്തിനായിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവോട് എന്ത് ചെയ്യാമെന്നറിയാമോ? അവിടെ ദുഃഖിക്കുക.
അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായത്തിൽ അനന്യാസിനെയും സഫീറയെയും കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് ഉണ്ടായിരുന്നതായ നിലം വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുവാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ പത്രോസ് ആത്മപൂർണനായിട്ട് അവിടെ ചോദിക്കുന്നതായ കാര്യം, ഇത്രയ്ക്കാണോ, ഇത്ര രൂപയ്ക്കാണോ നിങ്ങൾ നിലം വിറ്റത്? അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ അനന്യാസും സഫീറയും ഫോഷ്കു പറയുന്നു. പരിശുദ്ധാത്മാവ് സഡനായിട്ട് ആദ്യ നൂറ്റാണ്ടിൽ എന്ത് ചെയ്തത്? പ്രവർത്തിച്ചത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് സഡൻ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെയും 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 എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും 1 വർഷം കൂടെ നിൽക്കട്ടെ, 6 മാസം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നീട്ടി നീട്ടി നടന്നതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, നമ്മളിവിടെ ആയിരിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അന്നേരെ വെട്ടിക്കളയുന്ന അനുഭവമായിരുന്നെങ്കിൽ നമ്മളാരും ഈ പ്യൂസിൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ കർത്താവിനോട് ദീർഘക്ഷമ കാണിച്ചത് കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ തലമുറയും ഇന്ന് നിലകൊള്ളുന്നത് എന്നോർത്ത് നന്ദി പറയുകയും ദൈവസന്നിധിയിൽ മടങ്ങി വരികയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നോക്കിക്കേ, അവിടെ അവിശ്വസ്തത കാണിക്കുന്നു, ഭോഷ്ക് പറയുന്നു. അവിടെ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ആത്മീയ മരണം സംഭവിക്കുക. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോൾ, ഭോഷ്ക് ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്നതാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് അൺറിസോൾവ്ഡ് ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങാത്ത കോപം. നമ്മുടെ ജീവിതത്തിൽ കോപം, ഈ കോപം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ അടക്കുവാൻ ശ്രമിക്കുമ്പോൾ ഗ്രഡ്ജ് അല്ലെങ്കിൽ പക, വിദ്വേഷം, നമ്മൾ ഇതിനെ അടക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇത് അടങ്ങത്തില്ല. ഇത് ജഡമാണ്, ഇത് പൊങ്ങി പൊങ്ങി വരിക. എത്ര വെച്ച് ഡക്കൺ വെച്ച് അടപ്പ് വെച്ച് അടച്ചെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഇത് ഒതുങ്ങത്തില്ല. ഇത് പൊങ്ങി വരിക. ഇത് പ്രതികാരം ചെയ്തിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ എന്നതായ ഭാവത്തിലാണ് ആങ്കർ അല്ലെങ്കിൽ കോപം. പക്ഷേ പരിശുദ്ധാത്മാവാകുന്ന അടപ്പ് വെച്ച് അതിനെ അടയ്ക്കുന്നത് മാത്രം പോരാ, ഇതിനെ പുറത്തു കളയുക. ഇതിനെ പുറത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഈ ആങ്കർ അല്ലെങ്കിൽ ഈ കോപം നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നിടത്തോളം കാലം, നമ്മൾ ഒരുപക്ഷെങ്കിൽ പ്രതികരിക്കുവാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മൾ ആരായിത്തീരുമെന്നറിയാമോ? ഇത് നമ്മളെ കാർന്നു തിന്നും. നമ്മളിത് ഒതുക്കി സപ്രസ് ചെയ്ത് വെക്കുന്നിടത്തോളം കാലം നമ്മളുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കുവാനിടയിൽ തീരും. അത് ഗ്യാസ് ട്രബിളായിട്ടാകും, ഹാർട്ട് അറ്റാക്ക് ആകാം, മറ്റു രോഗബന്ധനങ്ങളായിട്ട് ഇത് നമ്മളെ കയറി പിടിക്കുവാനിടയിൽ തീരും. നാൾക്ക് നാൾ ക്ഷയരോഗിയെപ്പോലെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്നറിയാമോ? നമ്മളിങ്ങനെ എരിഞ്ഞടങ്ങി തീർന്നുകൊണ്ടേയിരിക്കും. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നറിയാമോ? ഇന്ന് ദൈവജനത്തെ ബാധിച്ചിരിക്കുന്നതായ ശക്തി ഇതാണ്. ഇതിന് എന്താണെന്നറിയാമോ? പിശാചിങ്ങനെ കാർന്ന് ഊറ്റി അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതായ അനുഭവത്തിന് നമ്മൾ ഏണിചാരി കൊടുത്തു. കോപത്തിൻ്റെ അനുഭവം, വിദ്വേഷത്തിൻ്റെ അനുഭവം, പകയുടെ അനുഭവം, ഫോഷ്കിൻ്റെ അനുഭവം, ഡിസോണസ്റ്റിയുടെ അനുഭവം, ഇതിനു വേണ്ടി നമ്മൾ ഏണി ചായച്ചു കൊടുത്തത് കൊണ്ട് പിശാച് അതിൽ കൂടെ കയറി അവിടെ നിന്ന് നൃത്തമാടുക. അവൻ അവിടെ ആണി അടിച്ചുറച്ചിരിക്കുക. നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവ് വരുവാൻ പോകാൻ വേണ്ടി നമ്മൾ വെമ്പൽ കൊണ്ട് നിൽക്കുക. പക്ഷേ നിത്യത നമുക്ക് ഈ കാരണങ്ങൾ കൊണ്ട് നഷ്ടമാകുക ചെയ്യുന്നത്. ഒരുപക്ഷെ രക്ഷ ലഭിച്ചേക്കാം. രക്ഷ എന്ന് പറയുന്നത് നിത്യതയോടെ അല്ലെങ്കിൽ നിത്യതയിൽ നമ്മൾ എത്തിയെന്ന് വന്നേക്കാം. പക്ഷെ പ്രതിഫലം വീതിക്കുമ്പോൾ നമ്മൾ നിത്യലജ്ജയ്ക്ക് ഉടമകളാകേണ്ടി വരും. ഇന്ന് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവവുമായിട്ട് ഉള്ള ബന്ധം എങ്ങനെ ദൃഢപ്പെടുത്തുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ നിത്യത നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അൺറിസോൾവ്ഡ് ആങ്കർ, നമ്മുടെ ജീവിതത്തിൽ അടങ്ങാത്ത കോപത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ കർത്താവെ എനിക്കതിനെ ജയിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. നിത്യത ആഗ്രഹിക്കുന്നുവെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം, എങ്ങനെയും പോകാം. ഒരു നിത്യതയെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് ഉറപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവെ എനിക്കൊരു മാനസാന്തരം തരണമേ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിറ്റർനെസ് ആൻഡ് ഗ്രഡ്ജ്. എന്താണെന്നറിയാമോ? ഹോൾഡിങ് ഓൺ ടു റിസെൻമെൻറ്റ് ആൻഡ്
അൺഫോർഗിവ്നെസ്. എന്താണെന്നറിയോ? നീരസം മുറുകെ പിടിക്കുക. ഒരാളിനെ കുറിച്ച് നമുക്കിഷ്ടമില്ലെങ്കിൽ നീരസപ്പെടുക. കാണുമ്പോൾ പല്ല് കാണിക്കും, ഹായ് പറയും, കൈ കൊടുക്കും, അല്ലെങ്കിൽ മുഖം തിരിഞ്ഞു പോവും. പക്ഷേ ഉള്ളിൽ നീരസമുണ്ട്. കർത്തൃമേശ വന്നു കഴിഞ്ഞാൽ നമ്മൾ യാതൊരു മടിയും കൂടാതെ എടുക്കും. കൈകൊട്ടും, പാട്ടുപാടും, അന്യഭാഷ പറയും, പ്രസംഗിക്കും, എവറിത്തിങ്. എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യും. പക്ഷേ ഗ്രഡ്ജ്, റിസൻമെൻറ്റ്, നീരസം, പക, വിദ്വേഷം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മൾക്കൊരു മടങ്ങിവരവ് ആവശ്യമായിരിക്കുന്നു. ഇങ്ങനെ പോയാൽ, ഇങ്ങനെ മുന്നോട്ട് ഓടിയാൽ നമ്മൾക്ക് നിത്യത ഉറപ്പാണോ എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കാൻ വേണ്ടി വളരെ ശാന്തമായി ഉള്ള ചില കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ വരുത്തേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ഈസിയായി തോന്നിയേക്കാം. ശരിയാണ്, ദൈവത്തിൻ്റെ പല കാര്യങ്ങളും ഈസി ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ അതിന് വില കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് നിത്യത നഷ്ടപ്പെടുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹർട്ട്ഫുൾ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായ വാക്കുകളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ വ്രണപ്പെടുത്തുക. മുള്ളുവെച്ച വാക്കുകൾ, വേദനിപ്പിക്കുന്നതായ വാക്കുകൾ. എൻഗേജിങ് ഇൻ സ്ലാൻഡർ, മാലിസ് ആൻഡ് കറപ്റ്റ് കമ്മ്യൂണിക്കേഷൻ. അപഖ്യാതി പറഞ്ഞുണ്ടാക്കുക. ആകാത്തതും അരുതാത്തതുമൊക്കെ പറഞ്ഞുണ്ടാക്കി ഒരാളിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. ഒരുപക്ഷെ അവർ കേട്ടില്ലേലും കൂട്ടം കൂടി ഗ്രൂപ്പ് ചേർന്ന് ആ ഒരു വ്യക്തിയെക്കുറിച്ച് എന്ത് ചെയ്യുക? ആകാത്തതോ അരുതാത്തതോ ഒക്കെ പറഞ്ഞ് സമൂഹത്തിൽ വില കുറയ്ക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആരെക്കുറിച്ച് നിങ്ങൾ അപഖ്യാതി പറയുന്നു, ആരെക്കുറിച്ച് സ്ലാൻഡർ ചെയ്യുന്നു, അവരതൊരു പക്ഷേ കേട്ടില്ല എന്ന് വരും. പക്ഷേ കേൾക്കുന്ന ഒരാളുണ്ട്. ആ ആളിനെ നമുക്ക് മറയ്ക്കാൻ കഴിയത്തില്ല. ആ ആളിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയത്തില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണത്തെ അറിയുന്ന ഒരാളിനെയാണ്, ആ ആളുടെ മുമ്പിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആരെക്കുറിച്ച് ഉദ്ദേശിച്ചോ ആ വ്യക്തി കേട്ടില്ല എന്ന് വന്നേക്കാം, അവർ കണ്ടില്ല എന്ന് വന്നേക്കാം. പക്ഷേ സർവവും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ ഇവിടെയും അവിടെയും ഒരുപോലെ ആയിരിക്കണം. പാട്ടുപാടിയതുകൊണ്ടോ കൈകൊട്ടിയതുകൊണ്ടോ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും അത് ഉറപ്പാകത്തില്ല. ദൈവസന്നിധി നിൽക്കുമ്പോൾ നമ്മുടെ കൈകൾ ഉറപ്പുള്ളതായിരിക്കണമെങ്കിൽ ഇവിടുത്തെ പോലെ അവിടെയും ആയിരിക്കണം, അവിടുത്തെ പോലെ ഇവിടെയും ആയിരിക്കണം. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ശൂന്യമാണ് ഫലം. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യരാകാം, മറ്റുള്ളവരുടെ മുമ്പിൽ പേര് നേടാം. പക്ഷെ ദൈവത്തിന് മുൻപാകെ നമുക്ക് എന്താകത്തില്ലെന്നറിയാമോ? നേര് ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്, മാനസാന്തരം ആവശ്യമാണ്. ഈ കാര്യങ്ങളിൽ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതായ കാര്യം, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഇത് മനസ്സിലാക്കാതാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്, എന്നോട് സംസാരിക്കുകയാണ്. നമുക്കത് ബോധ്യം തരികയാണ്. എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം തരിക. അതാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മൾ ഫോഷ്ക്ക് ഉപയോഗിക്കുന്നു, അസത്യവാദികളാകുന്നു, അല്ലെങ്കിൽ ഡിസോണസ്റ്റി ചെയ്യുന്നു. അതുപോലെ തന്നെ അൺറിസോൾവ്ഡ് ആങ്കർ, അടങ്ങാത്ത കോപം, പിന്നെ ബിറ്റർനെസ് ആൻഡ് ഗ്രഡ്ജ്, കയ്പോടുകൂടിയ പക, വിദ്വേഷം. അടുത്ത കാര്യം പറഞ്ഞത് ഹർട്ട്ഫുൾ സ്പീച്ച്, മുറിവേൽപ്പിക്കുന്നതായ വാക്കുകൾ, മുള്ളുപോലെ കുത്തുന്നതായ പദങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ സ്നേഹമാണ്, സന്തോഷമാണ്, ചിരിയാണ്, തമാശയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ മറ്റൊരാളിനെ മുറിവേൽപ്പിക്കുക, മറ്റൊരാളിനെ മുറിവേൽപ്പിച്ച് നമ്മൾ സന്തോഷിക്കുക. ആ സ്വഭാവത്തിന് എന്താ പറയുന്നതെന്ന് അറിയാമോ? സാഡിസ്റ്റ്.
നമ്മൾ സാഡിസ്റ്റ് ആകുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഒരാളിപ്പം ഞാൻ നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ നിന്ന് ആകാത്ത പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചിരിച്ചേക്കാം, കേൾക്കുന്ന വ്യക്തി ദുഃഖിച്ചേക്കാം. പക്ഷേ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്നിൽ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെടുക ചെയ്യുന്നത്. തമാശ പറയരുതോ? തമാശ പറയാമോ? പറയാം. പക്ഷേ അത് പോസിറ്റീവ് ആയിരിക്കണം. നമുക്കൊരാളെ വിമർശിക്കാമോ? വിമർശിക്കാം. പോസിറ്റീവായിരിക്കണം. നശിപ്പിക്കാൻ വേണ്ടിയാകരുത്. അത് നമുക്ക് തന്നെ ദോഷം വരുത്തുന്നതാകരുത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാര്യം പറയുന്നത് സെക്ഷൽ ഇമ്മോറാലിറ്റി, എൻഗേജിങ് ഇൻ ആക്ഷൻസ് ഓർ തോട്ട്സ് ദാറ്റ് ആർ ഇംപ്യൂർ. സ്ത്രീയെ മോഹിച്ചുകൊണ്ട് അവളെ നോക്കിയാൽ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? അപ്പോൾ നമ്മുടെ ആ ചിന്തയിൽ പോലും പാപം ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാൻ കാരണമാകും. നിങ്ങളൊന്നും സംസാരിച്ചില്ല, ഒന്നും പ്രവർത്തിച്ചില്ല, ആരോടും ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്തില്ല. പക്ഷെ ചിന്തയിൽ ഞാനും നിങ്ങളും ചിന്തിച്ചു പോയോ? അവിടെ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ആശ്വാസപ്രദൻ എന്തു ചെയ്യുന്നു? പാരാക്ലീറ്റോസ് എന്ത് ചെയ്യുന്നു? ദുഃഖിക്കുന്നു. പഴയതുപോലെ ആത്മാവിൽ സന്തോഷിക്കുവാൻ കഴിയത്തില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല, ആത്മസന്തോഷം പ്രാപിപ്പാൻ കഴിയത്തില്ല. ഡ്രൈനെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയെത്തീരും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവരവരോട് തന്നെ ചോദിച്ചാട്ടെ, ഒരു സ്പിരിച്വൽ ഡ്രൈനെസ് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അതോ പൂർണ്ണമായിട്ടും ആത്മസന്തോഷം നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നുണ്ടോ? ഞാൻ പറയുന്നത് കൈയടിക്കുന്നതോ അന്യഭാഷ പറയുന്നതോ അല്ല. അതൊക്കെ മെക്കാനിക്കലായിട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ആത്മാവിൻ്റെ സന്തോഷം മെക്കാനിസം അല്ല. അത് ആത്മാവ് ഹൃദയത്തിൽ വരുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെയാ. ഇത് നഷ്ടപ്പെട്ടാലും അന്യഭാഷ പറയാം, ഇത് നഷ്ടപ്പെട്ടാലും കൈയടിക്കാം, ഇത് നഷ്ടപ്പെട്ടാലും നമുക്ക് പലതും ചെയ്യാം. പക്ഷേ സന്തോഷം പൂർണ്ണമാകത്തില്ല. ആത്മസന്തോഷം പൂർണ്ണമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് സഭ വളരുന്നില്ല? എന്തുകൊണ്ട് സഭ അനുഗ്രഹിക്കപ്പെടുന്നില്ല? സഭ വളരുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, നമുക്ക് ഇരിക്കാൻ വയ്യാത്തടത്ത് ഇരിക്കാൻ സീറ്റില്ലാതെ വണ്ണം ആളുകൾ വരുന്നുണ്ട്. അത് വളർച്ചയല്ല. സഭയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ആത്മീയ വളർച്ചയാണ്. ആള് കൂടുന്നതല്ല, ജഡികന്മാരെ കൊണ്ട് കൂടുന്നതല്ല സഭയുടെ വളർച്ച എന്ന് പറയുന്നത്. സഭ വളരുക എന്ന് പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ വളരുന്നതാണ്, നിത്യതയ്ക്കായി ഒരുക്കപ്പെടുന്നതാണ്. ആള് കൂടിയത് കൊണ്ട് സഭ വളരത്തില്ല. ഇവരെപ്പം വേണേലും പോവും. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് തന്നെ ചോദിക്കുക. അടുത്ത കാര്യം പറയുന്നത് ഡിസെപ്ഷൻ ആൻഡ് inauthenticity, giving into deception and not being true to one's faith. എന്ന് പറഞ്ഞാൽ വഞ്ചന, മറ്റൊരാൾക്ക് വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിലുള്ള ഇടപാട്, സംസാരം, പ്രവൃത്തി, ഇതൊക്കെ എന്താണെന്നറിയോ? ഡിസെപ്ഷൻ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ ആർക്കെതിരായിട്ടോ അല്ലെങ്കിൽ ആർക്ക് വിപരീതമായിട്ട് ചെയ്യുന്നോ അവർ കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് വന്നേക്കാം. വഞ്ചിക്കുമ്പോൾ അവർ മനസ്സിലാക്കിയില്ലെന്ന് വന്നേക്കാം. പക്ഷെ സ്വർഗം കാണുന്നുണ്ട്. നിന്നിൽ പകർന്ന പരിശുദ്ധാത്മാവ് നിന്നെ വീണ്ടെടുത്തതുകൊണ്ട്, എന്നെ വീണ്ടെടുത്തതുകൊണ്ട് ദുഃഖിക്കുക. ഞാൻ പറഞ്ഞത് ബിഹേവിയറലായിട്ടുള്ളതായ നമ്മുടെ സ്വഭാവത്തിൽ വരുന്നതായ പോരായ്മകൾ, അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം ചെയ്യുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. തെഫ്റ്റ് ആൻഡ് ഗ്രീഡ്, അത്യാഗ്രഹം, സ്റ്റീലിംഗ് or being unwilling to give what is due to God. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുമ്പോൾ, ദൈവത്തിനുള്ളത് നമ്മൾ മോഷ്ടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? തെഫ്റ്റ് ആൻഡ് ഗ്രീഡ്, അല്ലെങ്കിൽ നമ്മൾ മോഷ്ടിക്കുകയും അത്യാഗ്രഹം കാണിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. എന്താ ദൈവത്തിന് കൊടുക്കേണ്ടത്? നിങ്ങൾ വിചാരിക്കും സമ്പത്താണ്, അതും കൊടുക്കണം, അതും ആവശ്യമാണ്. മലാക്കി പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാമോ? നിങ്ങൾ എന്തിലാണ് എന്നെ തോൽപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്.
എന്തിലാ? ദശാംശത്തിലും വഴിപാടിലും. അത് ചെയ്യേണ്ടതാണ്, അത് ആലയത്തിൽ കൊണ്ടുവരേണ്ടതാണ്, അത് ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവിന് നന്ദി കരേറ്റുന്നതിൽ, സ്തുതി കരേറ്റുന്നതിൽ, സ്തോത്രം കരേറ്റുന്നതിൽ, നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിൽ, ദൈവസന്നിധിയിൽ നമ്മളെ യാഗമാക്കുന്നതിൽ നമ്മൾ ദൈവത്തിൻ്റേത് പിടിച്ചു വെക്കുകയാണോ, ദൈവത്തിനുള്ളത് മോഷ്ടിക്കുകയാണോ ചെയ്യുന്നത്? ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ ചർച്ചിൽ വന്നിട്ട് വാതുറക്കാതിരുന്നാൽ, സ്തുതി കരേറ്റേണ്ടത് സ്തുതി കരേറ്റാതിരുന്നാൽ, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കാതിരുന്നാൽ, മറ്റുള്ളവർ കാണും എന്ന് ഭയപ്പെട്ടിരുന്നാൽ എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾ എന്നെക്കുറിച്ച് ലജ്ജിച്ചാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞേ? നമ്മളെക്കുറിച്ച് എന്തു ചെയ്യുമെന്ന് പറഞ്ഞേ? തൻ്റെ ദൂതന്മാരുടെ മുമ്പാകെ നമ്മളെക്കുറിച്ച് എന്തു ചെയ്യുമെന്ന് പറഞ്ഞേ? സ്വർഗം ലജ്ജിക്കുവാനിടയായിത്തീരും. ഒരുപക്ഷെ അടുത്തിരിക്കുന്നോ മുന്നോ പുറകെ ഇരിക്കുന്ന ആള്, ഇടത്തോ വലത്തോ ഇരിക്കുന്ന ആള് ഞാൻ സ്തോത്രം പറഞ്ഞാൽ, ശബ്ദം ഉയർത്തി പറഞ്ഞാൽ, ആരാധിച്ചാൽ അവർ കണ്ടാൽ എന്താണ്? അതെൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുമല്ലോ. അതായിരിക്കാം നിങ്ങളെ ഭരിക്കുന്നതായ ജഡത്തിൻ്റെ ചിന്ത. ഞാൻ ആരുടെ മുമ്പിലാണ് എന്നുള്ളതായ ചിന്തയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ കേരളീയരായ നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചിന്തിക്കുമെന്നുള്ളതാണ്. ഞാൻ ഈ വസ്ത്രം ധരിച്ചാൽ അവരെന്ത് ചിന്തിക്കും, ഞാൻ ഇത് ചെയ്താൽ അവരെന്ത് ചിന്തിക്കും. അതാണ് നമ്മുടെ വലിയ ഭാരം, നമ്മുടെ ഭയം. ഇത് പിശാച് കൊണ്ടുവരുന്ന ഒരു ഭയമാണ്. എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അവിടെ ചിന്തിച്ചിരിക്കാനേ കഴിയത്തുള്ളൂ. ഇവർ ചിന്തിക്കുന്നതല്ല, ഞാനിവിടെ വന്നിരിക്കുന്ന എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്, എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആര് കണ്ടാലും എനിക്ക് വിഷയമില്ല, ആര് കേട്ടാലും എനിക്ക് വിഷയമില്ല, ആര് കേട്ടാലും കണ്ടാലും എനിക്ക് വിഷയമില്ല. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വന്നിരിക്കുക. എത്ര പേര് ആ ചിന്തയുള്ളവരുണ്ട്? അങ്ങനെയാണെങ്കിൽ പരിസരമൊന്നും നോക്കത്തില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിത്തീരും. ദൈവത്തിനുള്ളത് മോഷ്ടിക്കല്ലേ, അത് നല്ലതല്ല. മഹത്വം കൊടുക്കേണ്ടത് മഹത്വം കൊടുക്കാതെ നാം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളത് ദൈവം പിടിച്ചു വെക്കും. അത് ആർക്കും തുറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസ്ഥലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ സ്വഭാവത്തിൽ വരുന്നതായ അവസ്ഥകൾ, പാപത്തിൻ്റെ അവസ്ഥകൾ നിമിത്തം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്നുള്ളതായ 7 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ലൈങ് ആൻഡ് ഡിസോണസ്റ്റി. 2, അൺറിസോൾവ്ഡ് ആങ്കർ. 3-ാമത്തെ കാര്യം ബിറ്റർനെസ് ആൻഡ് ഗ്രഡ്ജ്. 4-ാമത്തെ കാര്യം ഹർട്ട്ഫുൾ സ്പീച്ച്. 5-ാമത്തെ കാര്യം പറഞ്ഞത് സെക്ഷൽ ഇമ്മോറാലിറ്റി. 6 ഞാൻ പറഞ്ഞത് തെഫ്റ്റ് ആൻഡ് ഗ്രീഡ്. 7-ാമത്തെ പറഞ്ഞത് ഡിസെപ്ഷൻ ആൻഡ് ഇൻഓതൻറ്റിസിറ്റി. ഇത് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മൾ അറിയാതെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. ഇനി നമ്മുടെ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ 2 കാര്യമുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം, സമയം ലഭിക്കുന്നുവെങ്കിൽ അടുത്ത ഞായറാഴ്ച നമുക്കത് ചിന്തിക്കാം. ഇത് പകൽക്കാലം നമ്മുടെ സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. നമുക്കിതിൽ നിന്നൊരു മോചനം വേണ്ടായോ? എത്ര പേര് ആഗ്രഹിക്കുന്നു? എനിക്ക് നിങ്ങൾക്ക് മോചനം തരാൻ കഴിയത്തില്ല, ദൈവദാസന്മാർക്ക് മോചനം തരുവാൻ കഴിയത്തില്ല. ഒറ്റ വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ, പരിശുദ്ധാത്മാവിന് മാത്രം. നമുക്ക് അനുദപിക്കാം, പശ്ചാത്തപിക്കാം, മടങ്ങി വരാം, ദൈവസന്നിധിയിൽ ഏറ്റുപറയാം, കർത്താവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ സ്വഭാവത്തിനൊരു വ്യതിയാനം വരണം, എനിക്കൊരു മാറ്റം ആവശ്യമാണ്, എനിക്ക് നിത്യത ആവശ്യമാണ്. ആ നിത്യതയ്ക്ക് എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.